മുഖ്യമന്ത്രിയുടെ മണ്ഡലം കേന്ദ്രീകരിച്ച് ഭൂമാഫിയ പ്രവർത്തിക്കുന്നതായി ബിജെപി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ധർമ്മടം മണ്ഡലത്തിലെ സ്ഥലത്തില്ലാത്തവരുടെയും നികുതി അടക്കാത്തവരുടെയും സ്ഥലം അവരറിയാതെ മറ്റൊരാൾക്ക് മറിച്ചു വിൽക്കാൻ കഴിയുന്ന മാഫിയ സംഘമാണ് ഇവിടെയുള്ളത്. രാഷ്ട്രീയ അഭിഭാഷക ആധാരമെഴുത്ത് റവന്യൂ ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ആ പ്രദേശത്തുള്ള അത്തരം ആളുകളെ ഇതിനൊന്നും പോവില്ല, ഇതൊന്നും കഴിവില്ല, ഇതിനൊന്നും സാമ്പത്തികമില്ല, അത്തരം ആളുകളുടെ പാവപ്പെട്ടവരെ ഇത്തരം കെണിയിൽ വീഴ്ത്തുന്ന ഇത്തരം സംഘങ്ങൾ, ആ സംഘങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായാലും ശരി അവരെ പൊതുസമൂഹത്തിൽ കൊണ്ടുവരണം എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താൻ കാരണം. ഇതിൻ്റെ ഓരോ ഡോക്യുമെൻറ്റും സംബന്ധിച്ചിടത്തോളവും നമ്മുടെ കൈവശമുണ്ട്. എല്ലാം വിവരാവകാശപ്രകാരം മേടിച്ചിട്ടുണ്ട്. എല്ലാം വിവരാവകാശപ്രകാരം മേടിച്ചിട്ടും അവിടെയെല്ലാം ഇവരുടെ പേര് തന്നെയാണ് ഈ സാധനമുള്ളത്. പക്ഷേ അവിടെ മറ്റൊരാൾ ഇതൊക്കെ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ട്. ഇതെങ്ങനെ സാധിക്കുന്നത്, എങ്ങനെയാണ് സാധിക്കുന്നത് ഞങ്ങൾക്കറിയില്ല. അപ്പം ഇത് രജിസ്റ്റർ ഓഫീസിൻ്റെ ഉള്ളിൽ ഉള്ള സംഘത്തിനും ഇതിൽ പങ്കുണ്ട്. ഈ കലക്ടർ പ്രതിസ്ഥാനത്ത് വില്ലേജ് ഓഫീസർ പ്രതിയായിട്ട് ഹൈക്കോടതി നടക്കുന്ന ഒരു കേസിൽ നടക്കുമ്പോഴാണ് വിജിലൻസ് അന്വേഷണം നടക്കുന്നത്. എന്നാൽ ഇവിടുന്ന് കലക്ടർ വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്ലീഡർ ഹാജരായിട്ടുണ്ട്. പക്ഷേ ആ ഹാജരായ കേസ് അവിടെ മറച്ചു വെച്ചിട്ടുണ്ട്. വിജിലൻസ് ഇത് പുറത്ത് പറഞ്ഞിട്ടില്ല. കലക്ടർ പോലും പറയാം, കലക്ടർ പരാതി കൊടുക്കുമ്പോൾ കലക്ടർ പറയണ്ടേ അങ്ങനെയാണ് ഗവൺമെൻറ് പ്ലീഡർ എങ്ങനെയാണ് ഹാജരാകുന്നത്, ഈ കേസിന് എങ്ങനെ ഹാജരാകുന്നത്. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് ബന്ധങ്ങൾ? വലിയ ഉന്നതരായിട്ടുള്ള ആളുകൾക്ക് ബന്ധമുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എവിടെ പോകുമ്പോൾ നീതി കിട്ടൂല. ഇത്തരത്തിൽ ഭൂമി നഷ്ടപ്പെട്ട ഷൈജിയും മകൾ ഹെൽസയും ബിജെപി ജില്ലാ പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. നീതിക്ക് വേണ്ടി തങ്ങൾ മുട്ടാത്ത വാതിലുകളില്ലെന്നും സ്ഥലത്തിന്റെ എല്ലാ രേഖകളും തങ്ങളുടെ പേരിലാണെന്നിരിക്കെ ഒരേ സ്ഥലത്തിന് എങ്ങനെ 2 രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയുമെന്നും ഹെൽസ ചോദിച്ചു. ആ 53 മുതൽ നികുതി വെച്ച് വരുന്ന ഭൂമിയാണ്. അപ്പോൾ ആ ഭൂമിയാണ് അച്ഛൻ 2007 അച്ഛനും അച്ഛൻ്റെ സഹോദരി മരണപ്പെട്ടു പോയത് കാരണം ഇത് പാർട്ടിഷൻ ചെയ്തു. 2007 അച്ഛൻ നികുതി വെക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസിനെ സമീപിച്ച്, സനൽ എന്നാണ് എൻ്റെ ഓർമ്മ വില്ലേജ് ഓഫീസർ, ഇത് നികുതി വെക്കാൻ പറ്റില്ല. കഴിഞ്ഞ 3 മാസം മുന്നേ നികുതി വെച്ച ഭൂമിയാണ്. പാർട്ടിഷൻ കഴിഞ്ഞപ്പം പോക്കുവരവിന് പോയപ്പോൾ ഇത് പറ്റില്ല. അത് കുറേ പ്രാവശ്യം അച്ഛനെ കയറ്റി ഇറക്കി, അടുത്ത ആഴ്ച പിന്നെ അങ്ങനെ അച്ഛൻ കയറി ഇറങ്ങി 2007 താലൂക്കിൽ കൊടുത്തു. 2008 ഫസ്റ്റ് മാർച്ച് ആകുമ്പോഴേക്കും അച്ഛൻ മരണപ്പെട്ടു. അച്ഛൻ മരണപ്പെട്ടതോടുകൂടി ഇത് അവിടെ സ്റ്റോപ്പായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ ഭൂമിയൊന്നും നമുക്കൊരു വിഷയമല്ല. അച്ഛൻ്റെ മരണം അപ്രതീക്ഷിതമായിട്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മളതെല്ലാം വിട്ടു. നമ്മൾ ട്രിവാൻഡ്രത്തായിരുന്നു, ബ്രദറൊക്കെ അവിടെ സെറ്റിലാണ്. നമ്മൾ അങ്ങോട്ട് പോയി. 1-2 വർഷം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു വന്നപ്പം ആ ഭൂമിയിൽ വീട് വെച്ചിന് ഒരാൾ. അപ്പോൾ ആ സമയത്ത് അത് കണ്ട് നമുക്കിവിടെ യഥാർത്ഥമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഒരു ഭൂമി സംബന്ധമായിട്ട് ധർമ്മടം പോലീസിൽ പരാതി കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവിടെ നമുക്ക് കയറാൻ പറ്റില്ല. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് പോലും അവർ പരിശോധിക്കില്ല. നമ്മളെ തള്ളിക്കളി റിജക്റ്റ് ചെയ്യും. വില്ലേജ് ഓഫീസിൽ പോകാൻ പറ്റില്ല, അവിടെ റിജക്റ്റ് ചെയ്യും. താലൂക്ക് ഓഫീസിൽ പോകാൻ പറ്റില്ല, അവിടെ റിജക്റ്റ് ചെയ്യും. കണ്ണൂർ കളക്ട്രേറ്റിലും പോകാൻ പറ്റില്ല, റിജക്റ്റ് ചെയ്യും. കേൾക്കാൻ പോലും ഇവർ തയ്യാറാവില്ല. ഈ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കാൻ പോലും തയ്യാറായില്ല. അപ്പം നമ്മൾ സാധാരണയായിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. അച്യുതാനന്ദൻ പരാതി കൊടുത്ത് അത് കണ്ണൂർ കളക്ട്രേറ്റിൽ KG ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ജില്ലാ ഭരണാധികാരിയുടെ മുന്നിൽ വന്നു. ഞങ്ങൾ ഫാമിലി, ഞങ്ങളെ കയ്യിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ ഡോക്യുമെൻറ്റ്സും കുടിക്കടവും എല്ലാ സാധനങ്ങളും എടുത്ത് ഞങ്ങളവിടെ പോയി ഞങ്ങളെ രേഖകളൊക്കെ മേശപ്പുറത്ത് വെച്ചു. അപ്പോൾ ഒരു ജൂനിയർ വക്കീൽ ഹാജരായി. ഒരു നേതാവിൻ്റെ പേര് പറയുന്നു, ലെറ്റർ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആ ലെറ്റർ വായിക്കുന്നു, മടക്കുന്നു. അടുത്ത നിമിഷം പറഞ്ഞ് നിങ്ങളുടെ ഭാഗക്കരാർ അസാധുവാക്കി. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കണ്ടേ, നമുക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ എന്ന് ചോദിച്ചപ്പം അതെൻ്റെ ബ്രദർ അത് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചപ്പം പറഞ്ഞ് അവനെ അറസ്റ്റ് ചെയ്യണം, ജയിലിലിടുന്നു പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ബിജെപി ധർമ്മടം മണ്ഡലം പ്രസിഡന്റ് അഭിലാഷും പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ.